കെട്ടിയോൻ ആസാമിലോട്ട് പോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴേ ഞാൻ പറഞ്ഞ് കടുമാങ്ങാച്ചാറ്, മീനച്ചാറ്, കൊഞ്ചച്ചാറ്, നാരങ്ങാച്ചാറ് ഇതിലേതെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്നും പറഞ്ഞ് മസ്ലിം പിടിച്ച് പോയ ആൾ 1.5 മാസം കഴിഞ്ഞപ്പോൾ പറയാം എനിക്ക് ഇച്ചിരി മീനച്ചാറ് തന്നിരുന്നേ കൊള്ളായിരുന്നു. തിരിച്ച് എതിർവായില്ല. ഞാൻ നേരെ മീൻ കടയിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് എല്ലാം പൊടിമീൻ ഇരിക്കുന്നത്. പിന്നെ അങ്ങ് ഒരു മൂലയ്ക്ക് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ചൂര ഇരിപ്പുണ്ട്, കേരച്ചൂര. പിന്നെ ചൂരയിൽ 1.5 കിലോ ചൂര വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചൂരയെല്ലാം കഴുകി അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകളെല്ലാം തിരുമ്മി കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതെല്ലാം തിരുമ്മി ഫ്രിഡ്ജിലോട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അത് എണ്ണയ്ക്കകത്തിട്ട് മൂത്ത് കിട്ടുമ്പോഴത്തേക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും എല്ലാം കുറച്ച് അധികം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ലൈറ്റ് മൂപ്പിച്ച് അങ്ങനെ അച്ചാറെല്ലാം പയ്യെ റെഡിയായിട്ട് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്യുവാണ്. അത് പോകാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് നല്ല സെല്ലോ ടേപ്പൊക്കെ ഇട്ട് ഒട്ടിച്ചിട്ട്. കാരണം നമ്മൾ DTDC വഴിയല്ല അയക്കുന്നത്, അപ്പോൾ ഒട്ടും വെളിയിൽ പോകാത്ത രീതി. എന്തായാലും ഒരു വഴിക്ക് പോയില്ലെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചിപ്സും മിച്ചറും കൂടെ അതിനകത്തോട്ട് വെച്ചേ. വേണ്ടെന്ന് മസിൽ പിടിച്ച ആൾ പിന്നെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ കയറി കാണേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.